നമ്മുടെ ഫോണിലൊക്കെ ധാരാളം ഫയലുകളുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഗാലറി കാണുന്ന ഫയലുകൾ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫയൽ മാനേജറിൽ കാണുന്ന ഫയലുകൾ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാത്ത കുറേ ഫയലുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ചില ആളുകൾ പറയുന്നത് ഫോണിലെ ഫോട്ടോയും വീഡിയോയും ഡിലീറ്റ് ചെയ്തിട്ടും മെമ്മറി ഫുള്ളായിട്ട് കാണിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഈ സെറ്റിങ്സ് അറിയാമായിരിക്കും. എങ്കിലും അറിയാത്ത ധാരാളം കൂട്ടുകാരുണ്ട് ഇവിടെ. അവർ ചോദിച്ച പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഫോണിലെ എല്ലാ ഫയലുകളും എങ്ങനെ പുറത്ത് ചാടിച്ച് മെമ്മറി ഫുൾ എന്ന അവസ്ഥ മാറ്റിയെടുക്കാം എന്നാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും സമയത്ത് നിങ്ങൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസും തിരിച്ചെടുക്കാനും സാധിക്കും. ഏതാണ് ആ ഫീച്ചർ, അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യങ്ങളിലൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമതായി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോൺ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഗാലറിയുടെ മുകളിൽ 2 ഓപ്ഷൻ കാണാം: ഫോട്ടോസ് ആൻഡ് ആൽബംസ്. ചില ഫോണുകളിൽ വ്യത്യാസം ഉണ്ടാകാം. ഇതിൽ ആൽബത്തിൽ വന്നാൽ താഴെ ഭാഗത്ത് ട്രാഷ് ബിൻ എന്ന് കാണാൻ സാധിക്കും. ചില ഫോണിൽ മുകളിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താലായിരിക്കും ഈ ഓപ്ഷൻ ലഭിക്കുക. ഈ ട്രാഷ് ബിന്നിൻ്റെ അകത്ത് വന്നാൽ ഇതിൽ കുറച്ചധികം ഫയൽസ് കാണാൻ സാധിക്കും. ഇതൊന്നും എൻ്റെ ഗാലറിയിൽ കാണാൻ കഴിയില്ല. വേറെ ഒരു ഫോൾഡറിലും തിരഞ്ഞാൽ കിട്ടില്ല. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലാണ്. പക്ഷേ നമ്മുടെ ഫോണിൽ നിന്നും ഡിലീറ്റായി പോയിട്ടില്ല. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അത്രയും മെമ്മറി കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയാതെ ഡിലീറ്റായി പോയിട്ടുള്ള വീഡിയോകളും ഫോട്ടോകളും അത് പോയല്ലോ എന്ന് കരുതി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത് ഈ ട്രാഷ് ബിന്നിൽ വന്നാൽ ഡിലീറ്റ് ചെയ്ത ഫയൽ കാണും. അത് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ റീസ്റ്റോർ ആവുന്നതാണ്. ആ ഫയൽ നേരെ നമ്മൾ ഗാലറിയിൽ തിരിച്ചു വരുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ആദ്യം നോക്കിയ നമ്മുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഫയലുകൾ. ഈ ഫയലുകൾ 30 ദിവസം വരെ നമ്മുടെ ഫോണിൽ കാണും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകും. ഓരോ ഫോട്ടോയും മേലെ എത്ര ദിവസം വരെ ആ ഫോട്ടോ ഈ ട്രാഷ് ബിന്നിൽ കാണുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇടതുവശത്ത് 3 ലൈൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും. അതെടുക്കുക. അതായത് ഫയൽ മാനേജറിൻ്റെ സെറ്റിങ്സ് അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഫയൽസിനെ പുറത്ത് ചാടിക്കാനുള്ള ഓപ്ഷനാണ്. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫയൽ മാനേജറിൻ്റെ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ മാനേജറിൽ എത്തുക. ഇവിടെ DCIM എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ തമ്പനെയിൽ എന്നൊരു ഫോൾഡർ കാണാം. ഏകദേശം 1042 ഫയൽസ് ഉണ്ട് എൻ്റെ ഈ തമ്പനെയിലിനകത്ത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്തു പോയതും നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്നതും അറിയാതെ ഡിലീറ്റ് ചെയ്തു പോയതുമായ ഫയൽസൊക്കെ ഇതിനകത്തുണ്ടാവും. ആവശ്യമുള്ള ഫയൽ ആണെങ്കിൽ അത് ഓപ്പൺ ആക്കുക. ഇവിടെ നിന്നും റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഫയൽസ് എല്ലാം നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്തതാണ്. ഇവിടെ നിന്നുകൊണ്ടും ഓൾ ഫയൽസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിൽ അങ്ങ് ഡിലീറ്റായി പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഫയൽ മാനേജറിൽ തന്നെ വാട്സപ്പ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് മീഡിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഇമേജ് എന്ന ഭാഗത്ത് സെൻഡ് എന്നൊരു ഫോൾഡർ കാണാം. അതിനകത്ത് കുറേ ഫോട്ടോസ് കാണാം. ഇതൊന്നും നമ്മുടെ ഫോണിൻ്റെ ഗാലറി നോക്കിയാൽ കാണാൻ സാധിക്കില്ല. നമ്മൾ ഇതുവരെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്ത എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും. അത് നോക്കിയിട്ട് ആവശ്യമുള്ളത് ഗാലറിയിലേക്ക് റീസ്റ്റോർ ചെയ്യുക. ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് വളരെ വിശദമായി പറഞ്ഞു തരുന്നത്. ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ് ഡിലീറ്റ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ഫയൽ തന്നെയാണെന്ന്. അതുപോലെ
വീഡിയോ എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ സെൻഡ് എന്നൊരു ഭാഗം കാണാം. അതിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത എല്ലാ വീഡിയോകളും കാണാൻ സാധിക്കും. ഓർക്കുക, ഈ വീഡിയോ ഒന്നും തന്നെ നമ്മുടെ ഗാലറിയിൽ കാണാൻ കഴിയില്ല, പക്ഷേ ഫോണിൽ സ്റ്റോറായി കിടക്കുന്നുമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നിറയ്ക്കുന്നതിന് കാരണമാണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തതായി ഗൂഗിൾ ഫയൽ എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കാണാം. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഫോണിലും ഇത് ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് 3 ലൈൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ ട്രാഷ് എന്നൊരു ഓപ്ഷൻ കാണാം. ഞാൻ എൻ്റെ ഫോണിൻ്റെ ട്രാഷ് ബിന്നൊക്കെ ക്ലിയർ ചെയ്താണ്, അതുകൊണ്ടാണ് ഇവിടെ ഫയൽസ് ഒന്നും കാണാത്തത്. ഇതിൽ നിന്നും ആവശ്യമുള്ള ഫയൽസ് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്തിട്ട് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ഫയലുകളും ഇത്തരത്തിൽ കണ്ടെത്തി കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം ഉപകാരപ്രദമായ അറിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.